അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖി അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന അലൽ ളാലിമീൻ അമ്മാ ബഅദ് റബ്ബി സിദ്നി ഇൽമൻ നാഫിയൻ വഅമലൻ മുതഖബ്ബലൻ റിസ്കൻ ഹലാലൻ ത്വയ്യിബ ഖുലൂബൻ ഖാശിയ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലവഡ് സിസ്റ്റേഴ്സ്, നാം ധാരാളം ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതായത് ലൈലത്തുൽ ഖദറിനെ കുറിച്ചും പുണ്യങ്ങളുടെ കാലമായ റമളാനിനെ കുറിച്ചും അതിൽ റമളാനിൽ സദക്ക സക്കാത്തുകൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുമൊക്കെ. എന്നാൽ ഹിജ്റ 1400 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ മഹത്തായ ദൗത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ വൈകിപ്പോയി സുഹൃത്തുക്കളെ. ഏതൊരു കർമ്മവും നമ്മൾ അത് കേട്ടാൽ അത് ബുദ്ധിയുടെ തുലാസിലിട്ട് നോക്കി സ്വഹീഹിൻ്റെ അരിപ്പയിലിട്ട് തരിച്ച് ഒന്ന് തള്ളിയെടുക്കുമ്പോഴേക്കും ആയുസ്സിൻ്റെ അവസാനത്തെ ബെൽ അടിച്ചു കഴിഞ്ഞിരിക്കും. ജനഗണ ഓതി തുടങ്ങുമ്പോഴാണ് നാം ഇത്തരം അമലുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് തന്നെ. അതായത് മുൻഗാമികളായ സലഫുകളുടെ കാര്യം പരിഗണിച്ചാൽ, അവരുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മിസ്ഹബ് ഉമൈർ റളിയല്ലാഹു അൻഹുയുടെ കഥ. അതായത് വി ക്യാൻ സി ഹീസ് എ മില്യണയർ. അയാൾ വലിയ കോടീശ്വരനായിരുന്നു. ഏകപുത്രൻ. അദ്ദേഹത്തിൻ്റെ ഉമ്മ അതായത് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഉമൈറിന് അവൻ്റെ സ്വത്തിൽ നിന്ന്, ഉമ്മയുടെ സ്വത്തിൽ നിന്ന് ഒരു 5 പൈസ പോലും കൊടുക്കില്ലെന്ന് ശപഥം ചെയ്ത ഉമ്മ. എന്നിട്ട് പോലും അദ്ദേഹം ഇസ്ലാം ഗിവപ്പ് ചെയ്യാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ആ ഉമൈറിൻ്റെ കഥ പറയാമെന്ന് വെച്ചാൽ വളരെയുണ്ട്. അതായത് അദ്ദേഹം സാധാരണ മുസ്ലിമായി തുടരുന്ന കാലത്ത് അങ്ങാടിയിൽ കൂടി പോകുമ്പോൾ സ്ത്രീകൾ അദ്ദേഹം പോകുന്ന വഴിയിൽ പോയി നിൽക്കുമായിരുന്നു. അത്രയ്ക്ക് സുഗന്ധമായിരുന്നു അദ്ദേഹം പൂശിയിരുന്ന. അത്ര മൈലുകളോളം മണം വീശിയിരുന്നു. അത്രയ്ക്ക് സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തെ പൊതിയാൻ വേണ്ടി നോക്കുമ്പോൾ തല എത്തുന്ന പുല്ലുകൊണ്ടാണ് പൊതിഞ്ഞിട്ടാണ് ഖബറിൽ മയ്യത്ത് വെക്കുന്നത്. അപ്പോൾ തല പൊതിയുമ്പോൾ കാലെത്തുന്നില്ല, കാല് പൊതിയുമ്പോൾ തല എത്തുന്നില്ല. ഒരവസ്ഥയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു പോയിട്ടുണ്ട്. അത്രയ്ക്ക് കോടീശ്വരനായ മനുഷ്യനായിരുന്നു. അവരൊക്കെ ദീനിനു വേണ്ടി ജിഹാദ് ചെയ്തതും ദീനിനു വേണ്ടി അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിച്ചൊക്കെ കാര്യമൊക്കെ നോക്കുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു സഹോദരിമാരെ? ഉദാഹരണമായിട്ട് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത് കേൾക്കുക. റമളാനിലെ അവസാനത്തെ 10 ദിവസം രാത്രി ഉറക്കമൊഴിഞ്ഞിട്ടും റമളാനിൽ കിറ്റ് കൊടുത്തിട്ടും അനാഥ കുട്ടികൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്തിട്ടുമൊക്കെ സൽക്കർമ്മം പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാം. എന്നാൽ ഇവരിൽ പലരും ദുൽഹജ്ജിലെ ആദ്യത്തെ 10 കുറിച്ച് അശ്രദ്ധയിലാണെന്ന കാര്യം വളരെ ആശ്ചര്യകരം തന്നെയാണ്. അവർ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ മറ്റു ദിവസത്തിനേക്കാളുള്ള ശ്രേഷ്ഠത കാണുന്നേയില്ല എന്നതാണ് സത്യം. മജ്മുൽ ഫതാവയിലെ ഒരു വിശദീകരണമാണ് ഞാനിപ്പോൾ വായിച്ചത്. എന്നാൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചതനുസരിച്ച് ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനാവുകയാണെങ്കിൽ അവൻ വമ്പിച്ച നന്മയിലാണ് എന്ന് പറയാം. മാത്രമല്ല, സ്വർഗത്തിൻ്റെ വിഷയത്തിൽ നാം ഒരിക്കലും മടിച്ചു നിൽക്കരുത്. സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി ധൃതി കൂട്ടുകയാണ് ചെയ്യേണ്ടത്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അതായത് നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നോട്ട് വരിക. ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് വേണ്ടി അത്രേ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ഖുർആൻ വചനങ്ങളാണ്. ഇതൊന്നും കേട്ടാൽ പോലും ഇത്തരം അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു ടെൻഡൻസിയും കാണാറില്ല. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തിലും ഔദാര്യത്തിലും പെട്ടതാണ് തൻ്റെ ദാസന്മാർക്ക് സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം നൽകുവാൻ വേണ്ടി അവൻ പ്രത്യേക കാലവും സമയവും സ്ഥലവും ഒക്കെ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത്. നമുക്കറിയാം, ആഴ്ചയിലെ ദിവസങ്ങളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് യൗമുൽ ജുമുഅയാണ്. അത് സ്ഥലങ്ങളിൽ ഏറ്റവും പരിപാവനമായിട്ടുള്ളതും മക്കയാണ്. അങ്ങനെ പ്രവാചകന്മാരിൽ ഏറ്റവും അത്യുന്നതനും
അള്ളാഹു ആദരിക്കുന്നതുമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഓരോ വിഷയത്തിലും ഈച്ച് ആൻഡ് എവരി ഓരോ വസ്തുക്കളിലും ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതുപോലെ ഈ ഒരു 10 ദിവസത്തിന് അള്ളാഹു മഹത്തായ പുണ്യം കൽപ്പിച്ചിട്ട് ഉണ്ട് എങ്കിൽ പിന്നെ നമ്മൾ എന്തിനു മടിച്ചു നിൽക്കണം? അത്തരത്തിലുള്ള പ്രത്യേക പുണ്യകാലങ്ങളിൽപ്പെട്ട ഒരു പുണ്യകാലമാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ, പകലുകൾ. ഈ ദിവസങ്ങളുടെ ശ്രേഷ്ഠതയും മഹത്വവും ശ്രേഷ്ഠതയും മഹത്വവും വിശുദ്ധ ഖുർആനിലും ഹദീസിലും ധാരാളം കാണാവുന്നതാണ്. ഉദാഹരണമായി വൽ ഫജ്ർ വലയാലിൻ അഷർ, അതായത് സൂറത്തുൽ ഫജ്റിലെ 2 ആയത്തുകളാണ് ഇവ. ഈ 10 രാത്രികൾ തന്നെയാണെന്ന് സത്യമെന്ന് പറഞ്ഞ് ഇന്ന് തുടങ്ങുന്ന സൂറത്താണ്. അതും വാ കൂട്ടിയിട്ട് അത് ഒരു സത്യം ചെയ്ത് പറയുന്നതാണ്. എന്നാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ 10 രാത്രികളെ കൊണ്ട് പ്രത്യേകം സത്യം ചെയ്തു പറയുന്നതിൽ നിന്നു തന്നെ ആ 10 ദിനങ്ങൾക്ക് വല്ല മഹത്വമുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. 10 രാത്രികളെ കൊണ്ടതാണ് അടുത്ത സത്യം. ഇവ ഏതാണെന്ന് ഇല്ല. മുഹറം 10 ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നും റമദാൻ മാസത്തിലെ ഒടുവിലത്തെ 10 ദിവസങ്ങളാണെന്നും അതിൻ്റെ ചില സവിശേഷതകളെ മുൻനിർത്തി ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നുവെന്ന് മാത്രം. എങ്കിലും മുൻഗാമികളും പിൻഗാമികളുമായ ഖുർആൻ വ്യാഖ്യാതാക്കൾ മിക്കവാറും അഭിപ്രായപ്പെടുന്നതും കൂടുതൽ ശരിയായി തോന്നുന്നതും ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണത്രേ. ദിവസങ്ങൾ മീൻസ് പകല്. ഹജ്ജ് കർമ്മത്തിൻ്റെ പ്രധാന ഇനങ്ങളെല്ലാം നടക്കുന്നത് അപ്പോഴാണല്ലോ. ഉദാഹരണമായിട്ട് നമുക്കറിയാം, ഇസ്ലാം കാര്യത്തിലെ 5 മഹത്തായ കർമ്മങ്ങളും ഒരുമിച്ച് വരുന്നത് ഈ ഹജ്ജ് മാസത്തിൽ മാത്രമാണല്ലോ. മറ്റുള്ള സമയങ്ങളിൽ ഹജ്ജ് ഒഴികെ 4 കർമ്മങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അവയുടെ പിന്നിലുള്ള പ്രധാനമായ സംഭവങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം തോറും ആചരിക്കപ്പെട്ടു വരുന്ന സ്മരണകളും അറബികൾക്കെല്ലാം വിശദമായി അറിയാവുന്നതാണ്. ആ ദിവസങ്ങൾ ജാഹിലിയ്യത്തിലും ഇസ്ലാമിലും ഒക്കെ ആദരണീയവുമാണ്. എന്നിരിക്കെ ആ ദിവസങ്ങളെ കൊണ്ട് ആണയിടുന്ന അറബികളുടെ ശ്രദ്ധ പ്രത്യേകമായും മറ്റുള്ളവരുടേത് പൊതുവിലും ആകർഷിക്കുവാൻ ഉതകുന്നതാണ്. മുൻഗാമികളും പിൻഗാമികളുമായ ഖുർആൻ വ്യാഖ്യാതാക്കളും മിക്കവാറും അഭിപ്രായപ്പെടുന്നതും ശരിയായി തോന്നുന്നതും ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണത്രേ. അമാനി മൗലവി തഫ്സീറിൻ്റെ വിശദീകരണത്തിൽ നിന്നാണ് ഈ വചനങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അറിയപ്പെട്ട ദിനങ്ങൾ എന്നത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളായിരുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വയദ്കുറുസ്മല്ലാഹി ഫി അയ്യാമി മാലൂമാത്തിൻ, അതായത് അറിയപ്പെട്ട ദിവസങ്ങൾ അവർ അള്ളാഹുവിനെ സ്മരിക്കുവാനും വേണ്ടി. അയ്യാമി മാലൂമാത്തി എന്ന് പറഞ്ഞാൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ, അറിയപ്പെട്ട ദിവസങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുവാൻ വേണ്ടി. കാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഇന്നഹ അശറു ദുൽഹിജ്ജ, ഇത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാകുന്നു. ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ ഇപ്രകാരം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇഹലോകത്തിലെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളാകുന്നു. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളുടെ ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അഷർ, അതായത് ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഈ 10 ദിവസങ്ങളാവുന്നു. അനിബ്നു അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാല മൽ അലമു ഫിൽ അയ്യാമിൽ അഷറി അഫ്ളലു മിനൽ അമലി ഫി ഹാദിഹി, ഈ 10 ദിവസങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു ദിവസത്തിലെ സൽക്കർമ്മങ്ങളുമില്ല. അപ്പോൾ സ്വഹാബികൾ തിരിച്ചൊരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി. ഖാലു വലൽ ജിഹാദു, അപ്പോൾ ജിഹാദോ നബിയെ, സഹാബികൾ ചോദിക്കുകയാണ്, അപ്പോൾ ജിഹാദുമില്ലേ നബിയെ? അപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൽ ജിഹാദു, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. എന്നാൽ ഒരാൾ സ്വന്തം ശരീരവും സമ്പത്തുമായും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിന് പുറപ്പെടുകയും അവയിൽ നിന്ന് ഒന്നും അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാതെ രക്തസാക്ഷിയാവുകയും ചെയ്താലല്ലാണ്ട്, അതായത് ഒരാൾ സ്വന്തം ശരീരവും അവൻ്റെ കയ്യിലുള്ള സ്വത്തും കുതിരയും എന്തെല്ലാമാണ് അതൊക്കെ കൊണ്ട് യുദ്ധത്തിന് പോയി, ആ വഴിയിൽ യുദ്ധത്തിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ഷഹീദാവുകയും സ്വത്തും സമ്പാദ്യങ്ങളും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്താൽ മാത്രമാണ്
ഇതിനേക്കാൾ അല്ല ജിഹാദി ഫീ സബീലില്ല എന്ന് പറഞ്ഞ ഈ ഒരു വിഷയത്തിൽ അഫ്ളലാകുന്നത്. അതിനേക്കാളൊക്കെ മഹത്വം ഈ 10 ദിവസങ്ങൾക്കുണ്ട്. സഹോദരിമാർ, നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് വല്ലതും ചിന്തിക്കാറുണ്ടോ, മനസ്സിലാക്കാറുണ്ടോ? നമുക്ക് നമ്മുടെ ജീവിതവും തിരക്കുകളുമായി കഴിയുമ്പോൾ ഈ 10 ദിവസങ്ങൾ നാം അറിയാതെ കഴിഞ്ഞു പോകാനിടയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായി റമദാനിൽ നമ്മൾ പല കാര്യങ്ങളും ഒരുക്കുകൂട്ടി ആ 30 ദിവസവും നമ്മൾ മറ്റുള്ളവയിൽ നിന്ന് മാറി നിന്ന് ഇബാദത്തിലേക്ക് വേണ്ടി മാത്രം ശ്രദ്ധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ 10 ദിവസങ്ങളിലും അതിനു മുമ്പ് ചെയ്യാനുള്ള എല്ലാ കർമ്മങ്ങളും പുറത്തു പോയിട്ട് ചെയ്യാനുള്ള ഈ 10 ദിവസം ഇബാദത്തിലും അമലിലും മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ല റജുലിൻ ഹറജ യുഹാത്തുറു ബിനഫ്സിഹി വ മാലിഹി ഫലം യർജി ബിഷൈഇൻ. അതായത് ഒരു മനുഷ്യൻ പോയി അദ്ദേഹത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, അത് അദ്ദേഹം ശുഹദാവായിട്ട് മടങ്ങി വന്നു എങ്കിൽ മാത്രമാണ് അതിനേക്കാൾ പുണ്യമെന്ന് വീണ്ടും ഹദീസ് വ്യക്തമാക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ശ്രേഷ്ഠകരമായ ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങളാണ് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ദുൽഹജ്ജ് മാസം 8-ാം തീയതി സാറ്റർഡേ ആണ് ദുൽഹിജ്ജ് 1. ആ ദിവസത്തിന് മുൻപേ തന്നെ നമുക്ക് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യാനുണ്ടോ. ഷോപ്പിങ്ങും വിരുന്നും സൽക്കാരവും. NRI സീസൺ ആയതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് വിരുന്നും സൽക്കാരവും വെറുതെ പോകലും സുഹൃത്ത് ബന്ധവും കുടുംബ ബന്ധം പുതുക്കലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കല്യാണത്തിനാണെങ്കിൽ ഒട്ടും കുറവുമില്ല. അതൊക്കെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഈ 10 ദിവസം ഇതിലേക്ക് വേണ്ടി മാത്രം അള്ളാഹുവും ഇബാദത്തും ദിക്റുകളും ദുആകളും സൽക്കർമ്മങ്ങളും സ്വതക്കയും അങ്ങനെ ഒരു നല്ലൊരു ആംബിയൻസിൽ അതിനു വേണ്ടി നമ്മൾ ഇരിക്കേണ്ടതാണ്. അതായത് ഈ 10 ദിവസം അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് അതിയായി ഇഷ്ടമുള്ള കാര്യമാണ്. ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സംശുദ്ധവും പ്രതിഫലാർഹവുമായ മറ്റൊരു കർമ്മമില്ല. അപ്പോൾ ഇഷ്ടമുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരുപാട് കാര്യമുണ്ട്. അതിനത്രത്തോളം അങ്ങ് അത് മഹത്വം എന്നാൽ ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് അടുക്കൽ സംശുദ്ധവും പ്രതിഫലാർഹവുമായ മറ്റൊരു കർമ്മമില്ല എന്ന് പറയുന്നത് അതൊന്നും കൂടെ അതിൻ്റെ ഒരു ഡിഗ്രി വാല്യൂ കൂട്ടിയിരിക്കുകയാണ് ഇവിടെ. മാമിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫീഹ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമി യഅ്നി അയ്യാമിൽ അശർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, 10 ദിവസങ്ങളെക്കാൾ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ഇഷ്ടമുള്ള മറ്റൊരു ദിനങ്ങളുമില്ല. അഥവാ മറ്റേത് കർമ്മങ്ങളെക്കാളും അള്ളാഹുവിന് ഇഷ്ടം ഈ ദിവസങ്ങളിലെ സൽക്കർമ്മമാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുകയും അൽബാനി സ്വഹീഹ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തൊരു ഹദീസാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വീണ്ടും സ്വഹീഹു തർക്കീബിലും ഇതേ വിഷയം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ഈ 10 ദിവസം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമായ മറ്റൊരു കർമ്മവുമില്ല. അപ്പം ഇത് അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ടത് മാത്രവുമല്ല, ഈ ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികളൊക്കെ ജൂൺ 8-നാണല്ലോ ദുൽഹിജ്ജ 1. കുട്ടികളൊക്കെ സ്കൂളിൽ പോക്ക് തുടങ്ങി നമ്മളൊക്കെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി തുടങ്ങുന്നൊരവസ്ഥയിലാണ്. രാവിലെ തന്നെ വീട്ടിലെ പണികളൊക്കെ തീർത്ത് ഈ 9 ദിവസവും നോമ്പിലായിക്കൊണ്ട് ദിക്റിലായിക്കൊണ്ട്, അതായത് 4 ളുഹ നിസ്കരിക്കുന്നവർ 8 ആക്കിയിട്ടും ളുഹറിന് ളുഹറിന് ശേഷവും മുൻപുമൊക്കെ 4 നിസ്കരിച്ചിട്ടും രാത്രി നമസ്കാരങ്ങളൊക്കെ വർദ്ധിപ്പിച്ചിട്ടും ദിക്റ്, അതായത് പകൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് ഏറ്റവും പുണ്യം. ഇനിയിപ്പോൾ ദിക്റ് ദുആകളൊക്കെ വർദ്ധിപ്പിച്ച് അറഫായുടെ ദിവസമാണെങ്കിൽ ദുആ ചെയ്യാൻ ഏറ്റവും അത്യുത്കൃഷ്ടമായൊരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ. റമദാനിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പോലും ഈ ഒരു ശ്രേഷ്ഠത പറഞ്ഞിട്ടില്ലെന്നാണ് ചേർത്ത് വായിക്കേണ്ടത്. റമദാനിലെ അവസാന 10 പകലുകളേക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ പകലുകളെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതായിട്ട് കാണാം. അതായത് റമദാനിലെ അവസാനത്തെ 10 പകലുകൾക്ക് പ്രത്യേകതയില്ല, രാത്രികൾക്കാണ് പ്രത്യേകത. അപ്പോൾ അതിനേക്കാൾ ഉത്തമമാണ് ഈ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങൾ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നു, റമദാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ ശ്രേഷ്ഠകരമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലെ പകലുകൾ. ഇത് ഫത്താവ ഇബ്നു തൈമിയ്യയും കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു
പിന്നെ ഫത്വയാണ്. ഇങ്ങനെ ഒരു മഹത്തായ പുണ്യം, അതായത് ഗ്രേറ്റ് വേർച്യു നേടിയെടുക്കാം എന്നല്ലേ. എങ്ങനെ ഈ മഹത്തായ ദിവസങ്ങളിൽ അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് മീസാനിൽ കനം തൂക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. അതായത് നോമ്പ്, നമസ്കാരം, സക്കാത്ത്, സ്വതക്ക, ദുആ, ദിക്ർ, മറ്റനേകം സൽക്കർമ്മങ്ങൾ ഒഴിഞ്ഞിരുന്നു ഒറ്റയ്ക്കിരുന്ന് ധാരാളമായിട്ട് കരയാം. അത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പോകുന്ന അമൽ മാത്രമല്ല, നരകം ഹറാമാക്കുന്ന ഒരു അമൽ കൂടെയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര സമയം ഒറ്റയ്ക്കിരുന്നാലും ഇത്തരം ഒരു അമൽ ചെയ്യാൻ നമുക്കൊക്കെ പൊതുവെ ഒരു മടിയാണെന്ന് കാണാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറയുന്ന മറുപടിയെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത് കേൾക്കുക. ബുദ്ധിയും വിവേകവുമുള്ള ഒരാൾ ഷെയ്ഖിൻ്റെ ഈ മറുപടിയെക്കുറിച്ച് ചിന്തിച്ചാൽ വളരെ സ്വീകാര്യമായ ഏറ്റവും നല്ല മറുപടിയാണെന്ന് മനസ്സിലാക്കാം. കാരണം 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു കർമ്മവുമില്ല. പെരുന്നാളിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ പണികളും, അതായത് ഷോപ്പിംഗ്, ചെരുപ്പ് വാങ്ങൽ, ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കൽ, അങ്ങനെ കണ്ട എല്ലാ കാര്യങ്ങളും ഈ അടുത്ത 6-ാം തീയതി, അതായത് ശനിയാഴ്ചക്ക് മുമ്പായിട്ട് എല്ലാം തീർത്ത് വെക്കുക. എന്നിട്ട് പകലുകൾ, അതായത് അമലുസ്വാലിഹാത്തുകൾക്ക് വേണ്ടി മാത്രമായിട്ട് നീക്കി വെക്കുക. അങ്ങാടികളിലും വേണ്ടാത്ത വിരുന്നുകളിലും ബീച്ചുകളിലും അവിടെയും ഇവിടെയൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന അവസരങ്ങൾ നമ്മുടെ അള്ളാഹുവിലേക്ക് ഇബാദത്തുകൾ ചെയ്ത് മീസാൻ കനം തൂക്കുന്ന ഏറ്റവും നല്ല സുവർണ്ണ അവസരം. അള്ളാഹ്ക്ക് ഇതിനേക്കാൾ ഇഷ്ടമായ ദിവസങ്ങളില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല സൂറത്തുൽ മുഅ്മിനൂൻ ഫൈദാ നുഫിഖ ഫിസ്സൂരി ഫലാ അഹ്സബ ബൈനഹും യൗമ ഇദിൻ വലാ യതസാഅലൂൻ. അതായത് തുറന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ അവർക്കിടയിൽ യാതൊരു ബന്ധവും ഉണ്ടായില്ല. അതായത് അവരവർ പരസ്പരം അന്വേഷിക്കുകയില്ല. എൻ്റെ ഭാര്യ എവിടെയെന്ന് ഭർത്താവോ, ഭർത്താവ് എവിടെയെന്ന് ഭാര്യയോ, ഉമ്മയുപ്പി നമ്മുടെ മക്കളെവിടെ, എവിടെ പോയാലും അവർ മക്കളെ കൂട്ടിയല്ലാണ്ട് പോകില്ല. തിരിച്ചു വന്നാലും മക്കൾ വീട്ടിൽ സേഫാണോ എന്ന് അവർ അന്വേഷിക്കും. അങ്ങനത്തെ ഒരു ചിന്താഗതി ഇല്ലാത്തൊരു ലോകമാണല്ലേ. ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടെ പിന്നെ തുലാസിൽ കനം തൂങ്ങിയോ അവരാണ് വിജയം വരിച്ചവർ. അപ്പോൾ ആ തുലാസിൽ വെയിറ്റ് കൂട്ടാനുള്ള പണികൾക്ക് വേണ്ടി പ്രത്യേകം ഒരുങ്ങി പുറപ്പെടുക, അതല്ലാണ്ട് ഒരു രക്ഷയില്ല. ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അതായത് ആരുടെ തുലാസിലാണ് ഭാരം തൂങ്ങിയത് അവനാണ് രക്ഷപ്പെടുക. ഫമൻ ഖഫ്ഫത് മവാസീനുഹു ഉലായിക അല്ലദീന ഖസിറൂ അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദീൻ. അതായത് അല്പം ഭാരം കുറഞ്ഞ തുലാസാണെങ്കിൽ അവർ നഷ്ടം വരുത്തിയവരാ, നരകത്തിയിലെ സ്ഥിരവാസികളായിരിക്കും. അതല്ലാ അതിനെ കൊടുത്ത് അത് തൊട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ തന്നെ ധാരാളം ദറജകൾ ഉണ്ടല്ലോ, 100-ലധികം. അതിലേറ്റവും ഉന്നതമായ ദറജയിലെത്തണമെങ്കിൽ ഇവിടെ നിന്നൊന്ന് മെനക്കെട്ട് പരിശ്രമിച്ചെങ്കിലല്ലാണ്ട് ഹസിബത്തും തദ്ഖുലുൽ ജന്ന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മനുഷ്യന്മാരെ നിങ്ങൾ വിചാരിച്ച വെറുതെ സ്വർഗം കിട്ടും, അങ്ങനെയൊന്നും കിട്ടില്ല. അതിനു വേണ്ടി നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, പല സുഖ സൗകര്യങ്ങൾ. വനഹൻ നഫ്സ അനിൽ ഹബ ഫൈനൽ ജന്നത ഹിയൽ മഅവ. ആരൊരുവൻ ദേഹേച്ഛയെ വെടിയുന്നുവോ അവൻ്റെ അഭയസ്ഥാനമാണ് സ്വർഗം. അല്ലാണ്ട് ഇവിടെ ഇരുന്ന് മടിയായും ജോളി അടിച്ചും കളിച്ചും കുടിച്ചും രമിച്ചും സമയം കഴിക്കുന്നവർക്ക് വേണ്ടിയല്ല ജന്നാത്തുൽ ഫിർദൗസ് ഒരുക്കിയിരിക്കുന്നത്. ഉമർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ ഇപ്രകാരം കാണാം. ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹുവിൻ്റെ അടുത്ത് ഈ ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റ് ദിനമോ അതിലുള്ള കർമ്മങ്ങളെക്കാൾ ഉത്തമമായ കർമ്മങ്ങളോ ഇല്ല. അതുകൊണ്ട് അതിൽ നിങ്ങൾ തഹ്ലീലും തസ്ബീഹും തഹ്മീദും എന്ന് വെച്ചാൽ എല്ലാ പ്രതിഫലാർഹമായ ദിക്റുകളും ധാരാളമായിട്ട് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ എഴുതിയ ഒരു കുടക്കീഴിൽ ഒരുപാട് ദിക്റുകളും പ്രതിഫലം എന്നുള്ള ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് പറയുന്നത്. അതായത് മീസാനിൽ കനം നമ്മൾ എത്ര അമലുകളായിട്ട് പോയിട്ടും കാര്യമില്ല. മീസാൻ കാറ്റിപ്പറക്കുന്ന വെയിറ്റില്ലാത്ത തുലാസായിപ്പോയാൽ നമ്മൾ നരകത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. അപ്പോൾ മീസാനിൽ കനം തൂങ്ങുന്ന അമലുകൾ ചെയ്യാൻ, സമുദ്രത്തിലെ നുരയോളം പാപങ്ങൾ ഉണ്ടെങ്കിൽ പൊറുക്കപ്പെടാനുള്ള ദിക്റുകൾ ഏതെല്ലാം, പിന്നെ സ്വർഗത്തിലെ ചെടികൾ, ചില ദിക്റുകൾ സ്വർഗത്തിലെ ചെടികളാണ്, ചിലത് മുൻകടന്ന സത്യവിശ്വാസികളെക്കാൾ മുൻപിലെത്താൻ. അവരൊക്കെ യുദ്ധം ചെയ്തും പട്ടിണി കടന്നും വിശന്നും ഭാര്യമാരെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തിട്ടും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ത്യാഗം സഹിച്ച് അവരെക്കാൾ മുമ്പിലെത്താൻ പര്യാപ്തമായ ദിക്റുകളും, പിന്നെ 99 ഏടുകളെക്കാൾ ഭാരം കൂടിയ ഒരൊറ്റ ഷഹാദത്ത് കലിമ, പിന്നെ സ്വർഗം നിർബന്ധമാകുന്ന ദിക്റുകൾ, അങ്ങനെ തന്നെ ഒരുപാട് വിശേഷണങ്ങൾ അടങ്ങിയൊരു ബുക്കാണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി വായിക്കാം. നമുക്ക് അതിലൂടെ
ഒരുപാട് ഒരുപാട് അന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ 10 ദിവസം ദിക്കറിലായിക്കൊണ്ടിരിക്കാൻ ഒരുപാട് ദിക്കറ് ചെല്ലുക മാത്രമല്ല ദിക്കറിൻ്റെ പ്രതിഫലമൊക്കെ എപ്പോൾ ചെല്ലണം, ഏത് സമയത്ത്, എന്താണ് അതിൻ്റെ പ്രതിഫലം എന്നതിനെക്കുറിച്ചൊക്കെ വിശദമാക്കുന്ന ഒരു പുസ്തകമാണത്. നിങ്ങൾക്ക് എനിക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം, ഇതിൽ നമ്പർ കൊടുക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാ. പിന്നെ ഖുർആൻ പാരായണത്തിൻ്റെ പ്രതിഫലം, മരണശേഷവും പ്രതിഫലം ലഭിച്ചു കൊണ്ടിരിക്കുന്ന ദിക്കറുകൾ, പിന്നെ ദിക്കറ് പിന്നെ നമ്മൾ തിന്മകളെ നന്മകളാക്കി മാറ്റുന്ന ദിക്ർ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ് അത്. ഒരു 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. മാത്രവുമല്ല മറ്റൊരു പുസ്തകം എന്താ വെച്ചാൽ ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള യാത്ര അല്ലേ. നമ്മളൊക്കെ എപ്പോഴും ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ, അസ്അലുക്കൽ ജന്നത, സ്വർഗം ചോദിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിച്ചോളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ആ ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള ഒരു യാത്ര എന്ന പുസ്തകത്തിലും ഒരുപാട് വിഷയങ്ങൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അതായത് നമ്മൾ ജന്നാത്തുൽ ഫിർദൗസിന് ഉള്ള സൽക്കർമ്മങ്ങളുടെ ശ്രേഷ്ഠതകളൊക്കെ നമ്മൾ പല ഹദീസുകളിലും അവിടെ ഇവിടങ്ങളായി ചിന്നിച്ചിതറി കിടക്കുന്ന ഇതെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ പറഞ്ഞ പോലെ ഒരുമിച്ച് കൂട്ടി മഹാന്മാരോടും പുണ്യവാളന്മാരോടും ഒപ്പം എത്തണമെങ്കിൽ ഫാമിലി മൊത്തം സ്വർഗത്തിൽ പോകാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഖുർആൻ പാരായണവുമായി സ്വർഗത്തുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അതിലൂടെ എങ്ങനെ ഷഫാഅത്ത് ലഭിക്കാം, പിന്നെ മീസാനിൽ കനം തൂങ്ങുന്ന അമലുകൾ വീണ്ടും ഇതിൽ വരുന്നു. പിന്നെ സ്വർഗത്തിൽ വീടൊരുക്കുന്ന നമസ്കാരങ്ങൾ, സ്വർഗത്തിൽ വീട് കിട്ടുവാൻ നമുക്ക് എന്തെല്ലാം ചെയ്യണം, അങ്ങാടി പ്രാർത്ഥനയുടെ പ്രതിഫലങ്ങൾ, പിന്നെ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ, മുൻകടന്ന സത്യവിശ്വാസികളുടെ മുഫരിദുകളോടൊപ്പം പോകാനും, പിന്നെ നമ്മുടെ അമലുകളോടുകൂടി സ്വർഗത്തിൽ പോകാൻ, ഹജ്ജും ഉംറയും നമ്മുടെ സ്വർഗപ്രവേശനത്തെ എങ്ങനെ സഹായിക്കുന്നു, പിന്നെ രോഗസന്ദർശനവും സ്വർഗവും, മരണവും രോഗസന്ദർശനവും, നരകം സ്പർശിക്കാത്ത വിഭാഗക്കാർ ആരെല്ലാം, ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ടച്ച് ചെയ്ത് പോകുന്ന ഒരു പുസ്തകമാണ് പിന്നെ ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള ഒരു യാത്ര എന്ന പുസ്തകം. അതും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും ഇൻഷാ അല്ലാ. ദിക്റുകളിൽ തന്നെ ഓരോ ദിക്റിനും അതിൻ്റേതായ വാല്യൂ ആണ്. ഞാൻ പറഞ്ഞല്ലോ വെള്ളിയാഴ്ചക്ക് അതിൻ്റെ മഹത്വം, കഅബക്ക് അതിൻ്റെ മഹത്വം, മദീനത്തെ പള്ളിക്ക് അതിൻ്റെ മഹത്വം ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, മൂസാ നബി അലൈഹി സ്വലാമിന്, ഈസാ നബി അലൈഹി സ്വലാമിന്, ഇബ്രാഹിം, ഓരോ വ്യക്തികൾക്കും പേഴ്സണലി ഈച്ച് ആൻഡ് എവരി വ്യക്തികളായാലും സ്ഥലങ്ങളായാലും, ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസിനാണെങ്കിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തിനും ഉഹദ് മലക്ക് പ്രത്യേകതയുണ്ട്, ബദറിനുണ്ട്, ഹന്തക്കിനുണ്ട്, അങ്ങനെ ഓരോ സ്ഥലത്തിനും അതിൻ്റെ വിശേഷങ്ങളും പ്രത്യേകതകളും വ്യക്തികൾക്കും ഉള്ള പോലെ തന്നെ ദിക്റിന് ഒരുപാട് ഒരുപാട് ലക്ഷക്കണക്കിന് പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന അങ്ങാടി ദിക്റുകൾ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ദിക്റുകളുണ്ട്. ഇതൊന്നും നമുക്കറിയാണ്ട് പണ്ടാരോ പറഞ്ഞ പോലെ നമ്മൾ പണ്ടെന്തോ പഠിച്ചോ അത് തന്നെ ഇപ്പോൾ അതല്ല, നമ്മൾ അറിഞ്ഞ് വിജ്ഞാനം അറിഞ്ഞ് അമൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട്. പിന്നെ ഈ മാസത്തിലെ സ്വതക്കയ്ക്കും അതിനെ ഒരുപാട് ഒരുപാട് പുണ്യം, എല്ലാ സൽക്കർമ്മങ്ങൾക്കും ഉള്ള പോലെ തന്നെ സദക്കയ്ക്കും ഇതിന് വളരെ ശ്രേഷ്ഠത ഉണ്ട്. അതായത് സദക്കയുടെ ഏതാനും ചില പുണ്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, പാപങ്ങൾ മായ്ക്കപ്പെടും. അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കുന്ന പക്ഷം അവനത് നിങ്ങൾക്ക് ഇരട്ടിയാക്കി തരികയും പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുന്നവനാണ്. അള്ളാഹു ഏറ്റവും അധികം നന്ദിയുള്ളവനും വകാനല്ലാഹു ഷക്കൂറൻ ഹലീമ, അതായത് വളരെ സഹനശക്തിയുള്ളതും വളരെ നന്ദിയുള്ളവനുമാകുന്നു. പിന്നെ ധനം വർദ്ധിക്കുന്നു, അതായത് സ്വതക്ക കൊണ്ട് കിട്ടുന്ന പിന്നെ പ്രതിഫലങ്ങളാണ്. ധനം വർദ്ധിക്കുന്നു, ഉപജീവനം വിശാലമാക്കുന്നു. ആരൊരുവൻ ധർമ്മം കൊടുക്കുന്നുവോ അവന് ജീവിതം വിശാലമാക്കി കൊടുക്കുന്നു. മാത്രമല്ല വൈകുന്നേരവും രാവിലെയും ഡ്യൂട്ടി മാറി വരുന്ന മലക്കുകളെല്ലാം അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടായിരിക്കും പോവുക. പിന്നെ മരണത്തോടുകൂടി മുറിഞ്ഞു പോകുന്നതാണ് ജാരിയായ സ്വതക്കൾ. അത് ധാരാളമായി കൊടുക്കുന്നത് നിമിത്തം ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങൾക്ക് അർഹമാകിത്തീരുന്നതാണ്. നരകമോചനം ലഭിക്കും. പരലോകത്ത് അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തണൽ ലഭിക്കും. 700 ഇരട്ടി വരെ പ്രതിഫലം ആയില്ല, അതിനേക്കാളും ഇരട്ടി. സ്വർഗത്തിലെ പ്രത്യേക കവാട റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. മലക്കുകളുടെ പ്രാർത്ഥനകൾ ലഭിക്കുന്നു, ഞാൻ പറഞ്ഞല്ലോ രാവിലെയും വൈകുന്നേരമൊക്കെ. അള്ളാഹുവിൻ്റെ അദൃശ്യ സഹായം ലഭിക്കുന്നു, സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് സ്വതക്കയിലൂടെ പ്രതിഫലം എന്ന വിഷയത്തിൽ എണ്ണി പറയാവുന്നതാണ്.
എന്നാൽ രാത്രിയുടെ വിഷയത്തിൽ റമദാനിലെ ആദ്യത്തെ 10 രാത്രികൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ആ രാവുകൾ എല്ലാം ഹയാത്താക്കാറുണ്ടായിരുന്നു. മാത്രമല്ല ആ രാത്രികളിൽ ആണല്ലോ ലൈലത്തുൽ ഖദറിൻ്റെ ശ്രേഷ്ഠത ഉൾക്കൊള്ളുന്നത്. അതിനാൽ ആളുകൾ അതിനെ മഹത്തരമായി കാണുകയും അതിനുവേണ്ടി പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റാത്തവർ വീട്ടിലിരുന്നിട്ടും ഒരുപാട് നിസ്കരിച്ചും ദിക്റെടുത്തും അങ്ങനെ വീട്ടിൽ പോലും ഇഅ്തികാഫിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ആൾക്കാർ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിരിക്കാറുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ ലൈലത്തുൽ ഖദറല്ല, അതിൻ്റെ പകലുകളേക്കാൾ മഹത്വമുള്ള പകലാണ് ഈ ദുൽഹിജ്ജയിലെ പകലുകൾ. ഇതല്ലാതെ മറ്റ് അഭിപ്രായങ്ങൾ ഒന്നും രേഖപ്പെടുത്തിയതായിട്ട് തെളിവുകളുമില്ല. സാദുൽ മഅദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് അറഫയുടെ ബലിദിവസം അതിലാണുള്ളത്. അതായത് ഈ ഇസ്ലാം കാര്യത്തിലെ 5 തൂണുകളിൽ ഒരു തൂണ് ഹജ്ജാണല്ലോ. ഈ 5 കാര്യവും ഒരുമിച്ച് വരുന്നത് ഈ ഒരു പ്രത്യേക സമയത്താണ്. ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ 2 ദിവസങ്ങളാണ് ഇവ. അതായത് അറഫയുടെ ദിവസവും പിറ്റേ ദിവസവും. സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാർ അവലംബിച്ചിട്ടുള്ളത് അപ്പോൾ പകലുകളിൽ ശ്രേഷ്ഠമായത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസവും രാത്രികളിൽ ശ്രേഷ്ഠമായത് ലൈലത്തുൽ ഖദർ രാത്രികളുമാണ്. അല്ലാഹു മുസ്തആൻ. വാഹിദ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുന്നു, മുഅ്മിനുകളുടെ മനസ്സിൽ തൻ്റെ പരിശുദ്ധമായ ഭവനത്തെ ഒരു നോക്ക് കാണാനുള്ള ഒരു ആഗ്രഹം ഇട്ടുകൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കുക, മുഅ്മിനുകളുടെ മനസ്സിൽ ട്ടോ. മറ്റല്ലാത്തവർക്കൊന്നും അത് എത്ര പൈസ ഉണ്ടെങ്കിലും അങ്ങനെ പോകണമെന്ന് തോന്നാറില്ല. അതൊരു വിഷയമായിട്ട് അവർ ഗണിക്കാറുമില്ല. എന്നാൽ സത്യവിശ്വാസികളായ ആളുകൾ, അവർക്ക് പണമില്ലെങ്കിൽ പോലും അതിന് ഒരുമിച്ച് കൂട്ടി പോകാൻ പറ്റില്ല എന്നാണെങ്കിൽ പോലും അവർ വീണ്ടും വീണ്ടും അള്ളാഹുവിനോട് ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. പടച്ചോനെ, എനിക്കൊരു ഉംറ, എനിക്കൊരു ഹജ്ജ് ആഗ്രഹമുണ്ട് റബ്ബേ. അള്ളാഹു അങ്ങനെ പല ആളുകൾക്കും അവരുടെ ചോദ്യത്തിൻ്റെ പവർ അനുസരിച്ചിട്ട് ഹജ്ജും ഉംറയും ഒക്കെ സമ്മാനമായി നൽകിയിട്ടുള്ളതായിട്ട് കാണാം. എന്നാൽ എല്ലാ വർഷവും അവിടെ പോവുക എന്നുള്ളത് എല്ലാ മുസ്ലിങ്ങൾക്കും പ്രയാസമായതിനാൽ മനസ്സിലാക്കണം, എല്ലാ വർഷവും ഇപ്പോൾ എല്ലാവർക്കും ഒന്നും ഇപ്പോൾ അവിടെ പോയി ഹജ്ജ് ചെയ്യാൻ കഴിയൂല അല്ലേ. 10 ലക്ഷത്തോളം ആളുകളാണ് അവിടെ ഉൾക്കൊള്ളുക. അതിലധികമാകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അധികം മുസ്ലിങ്ങൾക്കും പ്രയാസമുള്ളതിനാൽ കഴിവുള്ളവർക്ക് ആയുസ്സിൽ ഒരിക്കൽ മാത്രം ഹജ്ജ് നിർബന്ധമാക്കി അള്ളാഹു ഇളവ് ചെയ്തു കൊടുത്തു. മാത്രമല്ല ഹജ്ജിന് പുറപ്പെടാൻ സാധിക്കാതെ നാട്ടിൽ കഴിയുന്നവർക്കും ഈ പുണ്യദിനത്തിൽ പങ്കുചേരാനും ഒരുപാട് മഹത്തമായ പ്രതിഫലങ്ങൾ നേടിയെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അങ്ങേയറ്റത്തെ ഔദാര്യം കൊണ്ട് നമുക്ക് ലഭിച്ച ഓഫർ ഡേയ്സ് ആണിതൊക്കെ. ഈ വർഷം ഹജ്ജിന് പോകാൻ സാധിക്കാത്തവരും ഈ 10 ദിവസങ്ങൾ തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലോ. ഈ സൽക്കർമ്മമാട്ടെ അല്ലാഹു തആല ഹജ്ജിനേക്കാൾ മഹത്വമുള്ള ജിഹാദിനേക്കാളും മഹത്വമുള്ളതാക്കുകയും ചെയ്തു. ലത്തായിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിലെ ഫത്വയാണിത്. ദുൽഹിജ്ജയിലെ 10 ദിനങ്ങൾ ഇത്രയും ശ്രേഷ്ഠമാകാനുള്ള കാരണത്തെക്കുറിച്ച് ഇമാം ഇബ്നു ഹസർ റഹിമഹുല്ലാഹ് പറയുന്നു, ഈ ദിവസങ്ങൾ അത്രയ്ക്ക് പ്രാധാന്യമർഹിക്കുവാൻ ദുൽഹിജ്ജയിലെ 10 ദിനങ്ങൾ ഇത്രയും ശ്രേഷ്ഠകരമാകാനുള്ള കാരണം അടിസ്ഥാന ആരാധനാ കർമ്മങ്ങളായ നമസ്കാരം, നോമ്പ്, ദാനധർമ്മം, ഹജ്ജ്, സക്കാത്ത്, ഹജ്ജ് മുതലായവ ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് വരുന്നതാണ്. ഫത്ഹുൽ ബുഖാരി. ഈ മറ്റൊരു ദിവസങ്ങളിലും ഇവയൊന്നിച്ച് വരികയുമില്ല താനും. ഷെയ്ഖുൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10-ൽ നിസ്കരിക്കുന്ന 2 റക്അത്ത് നമസ്കാരത്തിന് റമളാനിൽ നമസ്കരിക്കുന്ന 2 റക്അത്ത് നമസ്കാരത്തേക്കാൾ പുണ്യമുണ്ട്. അതും ഒരു മഹത്തായ അറിവ് തന്നെയാണ് ല്ലേ. അപ്പോൾ നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങൾ ഒരുപാട് വർദ്ധിപ്പിക്കണം. വുളുവിൻ്റെ നമസ്കാരങ്ങളും ളുഹറിന് മുമ്പും ശേഷവും അസറിന് മുമ്പൊക്കെ നമസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ വെള്ളിയാഴ്ച മറ്റു വെള്ളിയാഴ്ചകളിലേക്കാൾ ശ്രേഷ്ഠവുമാണ്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നു, 2 ശ്രേഷ്ഠതകൾ ഒരുമിക്കുന്നു എന്നത് ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ കടന്നു വരുന്ന വെള്ളിയാഴ്ച മറ്റേതൊരു വെള്ളിയാഴ്ചകളേക്കാളും കൂടുതൽ മികച്ചതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിൽ എത്ര വെള്ളിയാഴ്ചയാണോ വരുന്നത് അത് മറ്റെല്ലാ വെള്ളിയാഴ്ചകളെക്കാളും മഹത്തരമാണ്. ഈ പ്രാവശ്യം ഒരൊറ്റ വെള്ളിയാഴ്ചയെ കിട്ടുള്ളൂ. കാരണം ദുൽഹിജ്ജ 1 ശനി ആയതുകൊണ്ട് തന്നെ. വെള്ളി ആയിരുന്നെങ്കിൽ 2 വെള്ളി കിട്ടും.
ഏറെ ശ്രേഷ്ഠതയുള്ള ഈ ദിവസങ്ങളിൽ ധാരാളം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സലഫുകൾ പ്രത്യേകം ശ്രദ്ധ കാണിച്ചിരുന്നു. സലഫു സ്വാലിഹ്യങ്ങളായ മുൻഗാമികളെ ആളുകൾക്കൊക്കെ ഇത്തരം വിഷയങ്ങൾ കേട്ടാൽ അവർ മറ്റൊന്നും ശ്രദ്ധിക്കാണ്ട് അമലു സ്വാലിഹാത്തിലേക്ക് കച്ചകെട്ടി പുറപ്പെടുമായിരുന്നു. വക്കാന സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ഇദാ ദഖല അയ്യാമുൽ അശ്ർ ഇജ്തിഹാദൻ ഷദീദൻ ഹത്താ മാ യകാദു യഖദിറു അലൈഹി. ഈ ദിവസങ്ങൾ സമാഗതമായാൽ താബികളിൽ പ്രമുഖനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തനിക്ക് കഴിയില്ലാന്ന് തോന്നുമാറ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ പരിശഞ്ഞ് കഴിയൂല, ഞാൻ കുഴങ്ങിപ്പോയി എന്നറിയില്ലേ, ക്ഷീണിച്ചു പോയി ഓതിറ്റല്ലേ നിസ്കരിച്ചിട്ട് എന്ന് പറയുന്ന കോലത്തിൽ അദ്ദേഹം അമലുകൾ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. ദാരിമി റിപ്പോർട്ട് ചെയ്ത് ഹസനായ കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ള ഒരു ഹദീസാണ്. ഇബ്നു ഖുദാമ റഹിമഹുല്ല പറയുന്നു, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്തുകൊണ്ടും ശ്രേഷ്ഠവും ഉത്കൃഷ്ടവുമാകുന്നു. അതിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ഇരട്ടിപ്പിക്കുന്നതും അന്ന് ഇബാദത്തുകൾ കൂടുതൽ പ്രയത്നിക്കൽ സുന്നത്തുമാകുന്നു. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പിന്നെ ഒരു എല്ലാ ദിവസവും ചെയ്യുന്ന അമലുകൾ വളരെ കുറച്ചാണെങ്കിലും പതിവായി ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ദിവസങ്ങളിൽ അമലുകൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും സുന്നത്താകുന്നു. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ പുണ്യങ്ങൾ സമ്പാദിക്കുവാൻ ഏറെ ശ്രേഷ്ഠകരമായ അവസരങ്ങളാണ് ഈ ദിവസങ്ങളിലൂടെ ലഭിക്കുന്നത്. അതാകട്ടെ അള്ളാഹുവിൻ്റെ മഹത്തായ ദാനമത്രല്ലേ. നമുക്കറിയാം, പിന്നെ ഓണക്കാലം വന്നാൽ ഒരു ഫ്രിഡ്ജ് എടുത്താൽ മിക്സി ഫ്രീ, മിക്സി വാങ്ങിയാൽ പിന്നെ മറ്റേ കട്ടർ ഫ്രീ, ഇങ്ങനെ ഓരോന്നിനും ഒന്നെടുത്താൽ രണ്ടെടുത്താൽ 4 എന്ന് പറഞ്ഞ് ഓഫറുകൾ ഇങ്ങനെ ഷോപ്പിലൊക്കെ പ്രഖ്യാപിക്കുന്നതായിട്ട് കാണാം. അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള ഓഫറുകൾ അവർ മോഷ്ടിച്ചെടുത്തതായിരിക്കും അല്ലേ. അപ്പം അള്ളാഹു ഇങ്ങനെ ഒരുപാട് ഓഫറുകൾ പറയുന്നുണ്ടല്ലോ. അതായത് സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ച ശേഷം സൂര്യോദയം വരെ ഇരുന്ന് 2 റക്അത്ത് ഇഷ്റാഖ് നമസ്കരിക്കുന്നവൻ ഹജ്ജത്തിന് ഉംറത്തൻ താമത്തൻ, അതായത് പൂർണ്ണമായ ഹജ്ജിൻ്റെ ഉംറയുടെയും പ്രതിഫലം ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ. അതുപോലെ അങ്ങാടി ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ 10 ലക്ഷം നന്മ വായിക്കും, 10 ലക്ഷം തിന്മ വായിക്കും. ഇങ്ങനെ ചില ചെറിയ കർമ്മങ്ങൾക്ക് ഒരുപാട് വൻകിട ഓഫറുകൾ നൽകുക എന്ന് അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ ഗുണമാണത്. അത് നമ്മുടെ അടിമകൾക്ക് വേണ്ടി അള്ളാഹു നീക്കി വെച്ചിട്ടുള്ള ഒരു ഫളലാണ് എന്ന് വേണം പറയാൻ. അതിന് ഇബ്നു മാലിക് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ ഖാല ഇഫൽ ഖൈറ ദഹ്റഹും വതഗറളു ലി നഫഹാത്തി റഹ്മത്തില്ലാഹി ഫഇന്നല്ലാഹ നഫഹാത്തി മിർ റഹ്മത്തിഹി. അതായത് ആയുസ്സിൽ ധാരാളം നന്മകൾ പ്രവർത്തിക്കുക, അവൻ്റെ കാരുണ്യത്തിൻ്റെ ദാനങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക. അള്ളാഹുവിന് അവൻ്റെ കാരുണ്യത്തിൽ നിന്നുള്ള ചില ദാനങ്ങളുണ്ട്. അതായത് നമ്മുടെ ഓഫർ എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്നതാണ് കാരുണ്യത്തിൻ്റെ ദാനങ്ങൾ. ആ കാരുണ്യത്തിൻ്റെ ദാനങ്ങൾ അന്വേഷിക്കുക. ഇങ്ങനെ ഒരുപാട് ഓഫറുകളുള്ള. ഇപ്പോൾ തഹജ്ജുദ് നമസ്കാരത്തിന് തന്നെ 100ൻ്റെ അടുത്ത് ഫളായിലുകൾ കാണാം ഖുർആനും ഹദീസും പരിശോധിച്ചാൽ. അങ്ങനെ ഓരോ ചെറിയ വിഷയത്തിലും അള്ളാഹു ഒരുപാട് പിന്നെ ഓഫറുകൾ പ്രഖ്യാപിക്കുന്ന സമയമുണ്ട്. ഓഫറുകൾ പിന്നെ തരാന്ന് അള്ളാഹു ഇന്ന് റമദാനിലാണെങ്കിലും ഇനി പല മാസങ്ങളിലും ദുൽഹിജ്ജയിലാണെങ്കിലും പിന്നെ ദുൽഹിജ്ജയിലെ അറഫ നോമ്പ് പിടിച്ചാലും പിന്നെ മുഹറത്തിൽ 9ഉം 10ഉം നോമ്പ് പിടിച്ചാലൊക്കെ അള്ളാഹു ഇങ്ങനെ ഓരോ ഓഫറുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ മഹത്തായ ആശയം മനസ്സിലാക്കി ആ സുന്നത്തുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്കത് തന്നെ മതിയാകുന്നതായിരിക്കും മീസാനിൽ കനം തൂങ്ങുവാൻ. അങ്ങനെ ചില ദാനങ്ങളുണ്ട്. അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ അടിമകൾക്ക് അവനത് നൽകുന്നതാണ്. ചിലപ്പോൾ അത്തരം വല്ല ദാനങ്ങൾ ആർക്കെങ്കിലും നൽകപ്പെട്ടാൽ അതിനുശേഷം അവന് ദൗർഭാഗ്യം സംഭവിക്കുകയില്ല. അത്തരത്തിലുള്ള മഹത്തായ പിന്നെ ഫളലുകൾ, ഇത്തരം ദാനങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ദുർവിധി ഉണ്ടാവില്ലാന്ന്. ഇത്രയും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സൽക്കർമ്മങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടതുണ്ട്. അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് ഈ ദിവസങ്ങളിലെ ശ്രേഷ്ഠകരമായ ഇബാദത്ത്. അതായത് വദ്കുറുല്ലാഹ കസീറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, വലദിക്റുല്ലാഹി അക്ബർ എന്നൊക്കെ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ. എവിടെയും ദിക്റിന് അങ്ങേയറ്റത്തെ മഹാത്മ്യമുണ്ട്. പിന്നെ ഈ ഹജ്ജിൻ്റെ ദിക്റുകളെക്കുറിച്ച് വദ്കുറുല്ലാഹ ഫി അയ്യാമി മഅദൂദാത്തിൻ, ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക.
പിന്നെ പറയപ്പെടുന്ന അതായത് ഏറ്റവും നല്ല ഹജ്ജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദിക്റെടുക്കുന്ന ഹജ്ജാണ്. ഏറ്റവും നല്ല നമസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് അള്ളാഹുവിനെ ഓർക്കുന്ന നമസ്കാരമാണ്. ഏറ്റവും നല്ല നോമ്പ് എന്ന് പറയുന്നതും സംശയമില്ല അത് തന്നെ. അപ്പോൾ എപ്പോഴും അസ്കുറുല്ലാഹ കസീറ ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന ഒരായത്ത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഈ 10 ദിവസങ്ങളിൽ യാതൊരു തരത്തിലും ഒരു ഗഫ്ലത്തും നമ്മിൽ നിന്ന് വന്നു പോകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വയദ്കുറുസ്മല്ലാഹി ഫി അയ്യാമി മാലൂമാത്തിൻ, അത് ഖുർആനിലെ ഒരു വചനമാണ്. ഈ ദിവസങ്ങളിൽ തഹ്ലീലും തസ്ബീഹും തഹ്മീദും എന്തെല്ലാം ദിക്റുകളുണ്ട്, ഓരോ ദിക്റിൻ്റെ പ്രാധാന്യവും മഹത്വവും ശ്രേഷ്ഠതയും പ്രതിഫലവും ഒക്കെ നമ്മുടെ ആ പുസ്തകത്തിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളെ തക്ബീർ കൊണ്ട് സജീവമാക്കാൻ മുൻഗാമികൾ ഏറെ ശ്രദ്ധ കൊടുത്തിരുന്നതായിട്ട് കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിവർ അങ്ങാടിയിലേക്ക് ഇറങ്ങുകയും എന്നിട്ട് തക്ബീർ മുഴക്കുകയും ചെയ്യുമായിരുന്നു. അവരിരുവരും തക്ബീറിനാൽ ജനങ്ങളും തക്ബീർ ചൊല്ലുക. അതായത് സാധാരണഗതിയിൽ ഒച്ചത്തിൽ ദിക്റെടുക്കാൻ പാടില്ല എന്നാണ് പറയുക. എന്നാൽ ഈ ദിവസങ്ങളിൽ അവർ അങ്ങാടിയിൽ പോയിട്ട് അവിടുന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു, ആ തക്ബീർ ഇങ്ങനെ വളരെ ശബ്ദത്തോടു കൂടി മുഴക്കി ചെല്ലാറുണ്ടായിരുന്നു. തങ്ങൾക്ക് വിൽക്കാനോ വാങ്ങാനോ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലാഞ്ഞിട്ടും ജനങ്ങളെ തക്ബീർ ചെല്ലാൻ ഓർമ്മിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അവർ അങ്ങാടിയിൽ എത്തിയിരുന്നത്. വീണ്ടും ഉമർ റളിയല്ലാഹു പറയുന്നു, മിനായിൽ നിന്ന് ഉച്ചത്തിൽ തക്ബീർ ചൊല്ലും. പള്ളിയിലുള്ളവർ അത് കേൾക്കുകയും അവർ ഏറ്റു ചെല്ലുകയും ചെയ്യും. അങ്ങാടിയിലുള്ളവരുടെ തക്ബീറിനാൽ മിന മുഖരിതമാകുകയും ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളിൽ നിങ്ങൾ തക്ബീറും തഹ്ലീലും തഹ്മീദും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന് ഫത്ഹുൽ ബുഖാരിയിൽ കാണാം. താബിഈ വര്യനായ മൈമൂൻ ഇബ്നു മെഹ്റാൻ, ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങളിൽ ജനങ്ങളെ തക്ബീർ ചെല്ലുന്നവരായി ഞാൻ കണ്ടു. അതിൻ്റെ ആധിക്യത്താൽ ജനങ്ങളിൽ തിരമാലകളോടായിരുന്നു ഉപമിച്ചിരുന്നത്. ഈ അനുഗ്രഹീത ദിവസങ്ങളുടെ ആഗമനത്തോടെ രാവിലെയും വൈകുന്നേരവും പള്ളികളിലും വീടുകളിലും വാഹനങ്ങളിലും ജോലിസ്ഥലത്തുമെല്ലാം അത് ഉറക്കെ ചെല്ലാവുന്ന, ഇത് നമുക്കൊരു സ്ട്രേഞ്ചായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ഇവിടെ ആർക്കും അങ്ങനെ പെരുന്നാളടുപ്പിച്ചാൽ 2-3 ദിവസമൊന്നും ചെല്ലിയെങ്കിലായി, അത്രയല്ലേ ഉള്ളൂ അല്ലേ. പക്ഷെ അവരൊന്നും, താബിഈകളൊന്നും അങ്ങനെ, സലഫു സ്വാലിഹ്യങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ നിർബന്ധ നമസ്കാര ശേഷമുള്ള തക്ബീർ ആരംഭിക്കുന്നത് ദുൽഹിജ്ജ 9 ഫജ്ർ മുതൽ ദുൽഹിജ്ജ 13 അസർ നമസ്കാരം വരെയാണ്. പിന്നെ മറ്റ് അവരൊക്കെ അങ്ങാടിയിൽ പോയി ചെല്ലിയിരുന്നു എന്ന് പറയുന്ന തക്ബീർ ആവട്ടെ അത് ദുൽഹിജ്ജ 1 മുതൽ ചൊല്ലിത്തുടങ്ങുമായിരുന്നു. സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറൻ ബുക്റതൻ വഅസീല, സത്യവിശ്വാസികളെ നിങ്ങൾ ധാരാളമായി ഓർക്കുക, കാലത്തും വൈകുന്നേരവും അവൻ്റെ പരിശുദ്ധിയെ കീർത്തനം ചെയ്യുകയും ചെയ്യുക. എന്നാൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളേക്കാൾ പ്രത്യേകമായി അവനെ ഓർക്കേണ്ടതാണ്. ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ചത് മുതൽ അയ്യാമുത് തശ്രീഖിൻ്റെ അവസാനം വരെയും സ്ത്രീകളും പുരുഷന്മാരും തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും ചൊല്ലിക്കൊള്ളട്ടെ. അത് ഏത് സമയത്തുമാകാം. അപ്പോൾ ഈ 10 ദിവസങ്ങൾ മാത്രമല്ല പറയുന്നത്, അയ്യാമുത് തശ്രീഖ് അതായത് 13ൻ്റെ അന്ന് ഉച്ച മുതൽ അസർ വരെയുള്ള സമയം കൊണ്ടാണ് പറയുന്നത്. ആ സമയം വരെ തക്ബീറും തഹ്ലീലും ഒക്കെ. അപ്പോൾ നമ്മൾ അനാവശ്യ സംസാരങ്ങളോ ഫോൺ കോളുകളോ പിന്നെ ഒക്കെ ഒഴിവാക്കുക. കുറേ അനാവശ്യമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ ഫോൺ കോളുകൾ എടുക്കാതിരിക്കുക. അവർ പിന്നെ മെസ്സേജ് ഇട്ടോളൂ, അത്യാവശ്യമാണെങ്കിൽ മെസ്സേജിന് റിപ്ലൈ ചെയ്താലും മതി അല്ലേ. അങ്ങനെ നമ്മുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്താണ്ട് പരമാവധി അള്ളാഹുവിനെ ദിക്റിലായിക്കൊണ്ടും ദുആകളിലായിക്കൊണ്ടും മഹത്തായ പ്രതിഫലം, ഹജ്ജിന് പോയാൽ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടാണ് ആ ഹജ്ജിൻ്റെ പ്രതിഫലം നേടിയെടുക്കുന്നതെങ്കിൽ ഒരു 5 പൈസ ചിലവില്ലാണ്ട് ഇവിടുന്ന് തന്നെ ഇതുപോലെ ഇബാദത്തുകളും ദിക്ർ ദുആകളൊക്കെ വർദ്ധിപ്പിച്ചാൽ നമുക്കും പ്രതിഫലം ധാരാളമായി ലഭിക്കുന്നതാണെന്ന് മനസ്സിലായല്ലോ. എന്നാൽ അറഫ ദിവസത്തിൽ ഫജ്ർ മുതൽ അയ്യാമുത് തശ്രീഖിൻ്റെ അവസാനം വരെ ഓരോ നിർബന്ധ നമസ്കാര ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അതായത് അറഫ ദിവസത്തിൻ്റെ ഫജ്ർ മുതൽ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് സാധാരണഗതിയിൽ മഗ്‌രിബിന്, അതായത് മാസം കാണുന്ന സമയം മുതൽ. എന്നാൽ അങ്ങനെയല്ല, ദുൽഹിജ്ജ 9 ഫജ്ർ മുതൽ അയ്യാമുത് തശ്രീഖിൻ്റെ അവസാന ദിവസം വരെ നിർബന്ധ അത് എല്ലാ നമസ്കാര ശേഷവും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഒക്കെ ചെല്ലും പോലെ തന്നെ ഈ തക്ബീർ ചൊല്ലലും സുന്നത്താണ്.
അതായത് നമസ്കാരാനന്തരം ഇസ്തിഗ്ഫാറും അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം എന്നൊക്കെ ചെല്ലുന്നത് പോലെ തന്നെ തക്ബീറുകൾ ചെല്ലട്ടെ. അതൊന്ന് ഓർമ്മ ആയിട്ട് വരണം. കാരണം നമുക്കത് ശീലമില്ലാത്തൊരു പണിയാണല്ലേ. അയ്യാമു തശ്രീക്കിൻ്റെ അവസാന ദിവസം അസർ നമസ്കാരം വരെയാണ് ഈ തക്ബീറുകൾ ചെല്ലേണ്ടത്. ചുരുക്കത്തിൽ നിരുപാധികമുള്ള തക്ബീറുകളും നമസ്കാര ശേഷമുള്ള തക്ബീറുകളെ ഒരുമിച്ച് കൂടുന്ന സമയമാണ് അറഫാ ദിവസത്തിലെ ഫജ്ർ മുതൽ അയ്യാമു തശ്രീക്കിൻ്റെ അസർ വരെയുള്ള സമയം. അതായത് നിസ്കാര ശേഷമുള്ള തക്ബീർ എന്ന് പറയുന്നത് അറഫ 9ാമത്തെ ദിവസം, അതായത് അറഫാൻ്റെ നോമ്പ് പിടിക്കുന്ന അന്ന് രാവിലെ മുതൽ അയ്യാമു തശ്രീക്ക് വരെ. പക്ഷെ വെറുതെ നിരുപാധികം എല്ലാ സമയത്തും ചെല്ലാവുന്ന ഒരു തക്ബീറാണെങ്കിൽ അടുത്ത ശരിയല്ല ജൂൺ 6, അതായത് പിന്നെ ദുൽഹിജ്ജ മാസം 1 മുതൽ ചൊല്ലാവുന്നതാണ്. പിന്നെ ചിലർ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവർ, ജമാഅത്ത് ആയിട്ട് നമസ്കരിക്കുന്നവർക്കും പിന്നെ അറഫാ ദിനത്തിൽ ഫജ്ർ മുതൽ അയ്യാമു തശ്രീക്കിൻ്റെ അവസാനം വരെ പിന്നെ തക്ബീറുകൾ ചെല്ലൽ സുന്നത്താണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു, ജമാഅത്തായി നമസ്കരിച്ചവൻ മാത്രമാണ് നമസ്കാര ശേഷം തക്ബീർ ചെല്ലേണ്ടതെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഒറ്റക്ക് നമസ്കരിക്കുന്നവർക്കും തക്ബീർ ചെല്ലാം എന്നതാണ് ശരിയോടടുത്ത അഭിപ്രായം. ഈ വിശിഷ്ട ദിവസങ്ങളിൽ നിർവഹിക്കാവുന്ന മറ്റൊരു പ്രധാന കർമ്മ ഇബാദത്താണ് നോമ്പ്. ദുൽഹിജ്ജ 10 എന്നത് നോമ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റു സൽക്കർമ്മങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദുൽഹിജ്ജ 9 വരെയുള്ള ദിവസങ്ങളിലാണ് നോമ്പ് നോൽക്കൽ ഉദ്ദേശിക്കുന്നത്. 10ാം ദിവസം ബലിപെരുന്നാളായതുകൊണ്ട് നോമ്പ് ഹറാമും ആയിരിക്കും. അന്ന് ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത് നിഷിദ്ധവുമാണ്. കഴിയുന്നവർക്ക് ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള എല്ലാ ദിവസവും നോമ്പ് നോൽക്കാവുന്നതാണ്. ദുൽഹിജ്ജ 9-ന് അറഫാ ദിനം നോമ്പ് നോൽക്കൽ ഏറെ ശ്രേഷ്ഠകരവുമാണ്. ഇമാം നവവി റഹിമഹുല്ലാ പറയുന്നു, ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ശക്തമായ സുന്നത്താവുന്നു, പ്രത്യേകിച്ച് അതിലെ 9-ന്. അതായത് ഈ ദിവസം 9 ദിവസവും നോമ്പ് നോൽക്കാൻ ചിലരൊക്കെ സംശയദൃഷ്ടിയോടെ ചോദിക്കുന്നത് കേൾക്കാൻ. നോമ്പ് പിടിക്കാവോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിച്ചിട്ടുണ്ടോ? അതിന് തെളിവുകളുണ്ടോ എന്നൊക്കെ. അത് പ്രബലമായ പണ്ഡിതന്മാരുടെ ഫത്വ വെച്ച് നോക്കുമ്പോൾ ദുൽഹിജ്ജ 9 ദിവസവും നോമ്പ് നോൽക്കുന്നതിന് തെളിവില്ലെന്ന് ചിലർ പറയാറുണ്ടെങ്കിലും എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിക്കാൻ നബി പ്രത്യേകം നിർദ്ദേശിച്ചിട്ടില്ലെങ്കിലും അറഫാ ദിനത്തിലെ നോമ്പിന് പ്രത്യേക പ്രതിഫലം പറയപ്പെട്ടു എന്നതാണ് കാരണമായി പറയുന്നത്. അതായത് ചിലർ പറയുന്നത് എന്താ വെച്ചാൽ, നബി അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ലാലോ, അറഫാ ദിനത്തിലെ നോമ്പ് പിടിക്കാനല്ലേ പറഞ്ഞത് എന്നൊക്കെയാണ് അതിന് ന്യായമായിട്ട് കാണുന്നത്. എന്നാൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഏറ്റവും ശ്രേഷ്ഠകരമായ സമയമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുമ്പോൾ ശരീരം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ഉത്തമമായ ഫളലേറിയ ഒരു അമലാണ് നോമ്പ്. അപ്പോൾ ആ നോമ്പ് ഒഴിവാക്കണോ? ഈ സൽക്കർമ്മങ്ങൾ മാത്രമേ അനുഷ്ഠിക്കാവൂ എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുമില്ല. അറഫാ ദിനത്തിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് എന്ന് മാത്രമേ അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പ് പിടിക്കൽ പുണ്യകരമാണ് എന്നത് പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ചിട്ടുമുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പറയുന്നു, ദുൽഹിജ്ജയിലെ 10 ദിവസവും നോമ്പ് എടുത്തില്ലെന്നത് അതിന് പുണ്യമല്ല എന്നത് തെളിവാക്കാൻ പറ്റില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 ദിവസം മീൻസ് 9 ദിവസം നോമ്പെടുത്തില്ല എന്നത് നോമ്പെടുക്കാതിരിക്കാൻ ഒരു എക്സ്ക്യൂസ് ആവാൻ ഒരു കാരണവുമില്ല. ബിക്കോസ് ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാ പറയുന്നു, ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ സ്വാലിഹായ അമലുകൾ അനുഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠകരമായ സമയം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോമ്പാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിവസങ്ങളാണ്, ഏറ്റവും അഫ്ളലാണെന്ന് പറഞ്ഞ ദിവസങ്ങളാണല്ലോ അവ. എന്നാൽ നോമ്പാകട്ടെ ഏറെ പുണ്യമുള്ള ഒരു സ്വാലിഹായ കർമ്മമാണ് താനും. പ്രവാചകന് ഒരുപക്ഷെ നോമ്പെടുക്കാൻ സാധിക്കാതെ പോയ മറ്റു വല്ല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാമല്ലോ. നമുക്കറിയാം പ്രവാചകന് ഒരുപാട് വിധവകളെ സംരക്ഷിക്കണം, അവരുടെ മക്കളെ നോക്കേണ്ടതായിട്ടുണ്ട്, പിന്നെ യുദ്ധം ചെയ്യണം, യുദ്ധത്തിന് ആവശ്യമായ പടക്കോപ്പുകളൊക്കെ സംഘടിപ്പിക്കണം, പിന്നെ അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. ഒരു രാജ്യത്തിൻ്റെ തലവൻ തന്നെയായിരുന്നു. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾക്കിടയിലൂടെ ഓടി നടക്കുന്ന പ്രവാചകനായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് 9 ദിവസം പിടിക്കാതിരുന്നു. എന്ന് വെച്ച് നമുക്കത് നോൽക്കാണ്ടിരിക്കാനുള്ള തെളിവുകളൊന്നുമില്ല. ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് ഇതിന് മതിയായ തെളിവുകളാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ എന്ന റിപ്പോർട്ടിന്
കാണാം. അതായത് സ്ഥിരപ്പെട്ട റിപ്പോർട്ടുമായി ചേർത്ത് ചെയ്യുമ്പോൾ അതിൽ പരാമർശിക്കപ്പെട്ട വിഷയത്തിന് സാധുത ലഭിക്കുന്നു. മുജാഹിദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സലഫുകളിൽ നിന്ന് ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പെടുക്കുന്നത് പുണ്യകരമാണെന്ന അഭിപ്രായക്കാരനാണ് അദ്ദേഹം. ദുൽഹിജ്ജ 9 ദിവസവും നോമ്പ് നോൽക്കൽ അനുവദനീയമാണെന്ന് 4 മദ്ഹബി ഇമാമുകളുടെയും അഭിപ്രായമാണ്. അപ്പം അതുപോലെ നമുക്ക് 4 മദ്ഹബി ഇമാമുകളും അഭിപ്രായപ്പെടുന്നത് ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കാമെന്നാണ്. ഇനിയിപ്പോൾ 1 മുതൽ 8 വരെ നോറ്റിട്ടില്ലെങ്കിലും അറഫാ ദിനത്തിൽ നോമ്പ് നോൽക്കൽ ഹാജിമാർക്കെല്ലാവർക്കും പ്രബലമായ സുന്നത്താണ്. പിന്നെ സുനൻ അബൂദാവൂദ് അൽബാനി സ്വഹീഹായ ഹദീസിൽ ഇപ്രകാരം പറയുന്നു: ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നെന്ന്. തിസ്അത്തൻ ദിൽ ഹിജ്ജത്തി എന്ന പ്രയോഗത്തിൽ നിന്നും ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസങ്ങൾ നോമ്പ് നോൽക്കാമെന്ന് മനസ്സിലാകുന്നുണ്ട്. പിന്നെ അന്ന് എന്തെല്ലാമാണ് അമലുസ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക എന്ന് ചോദിച്ചാൽ, അന്ന് ഫർള് നമസ്കാരങ്ങൾ ജമാഅത്തായി നമസ്കരിക്കാൻ ശ്രമിക്കുക. ഫർള് നമസ്കാരത്തോടനുബന്ധിച്ചിട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, രാത്രി നമസ്കാരങ്ങൾ, ളുഹാ നമസ്കാരങ്ങൾ, വുളുവിൻ്റെ നമസ്കാരങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി കർമ്മങ്ങൾ, വിശുദ്ധ ഖുർആൻ പാരായണം, ദാനധർമ്മം, സക്കാത്ത്, ദുആ, ദിക്ർ, ഇസ്തിഗ്ഫാർ മുതലായ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ തന്നെ അറഫയെ സംബന്ധിച്ച് ഒരുപാട് പറയാനുണ്ട്. അത് നമുക്ക് മറ്റൊരവസരത്തിൽ അറഫാ ദിനത്തിൻ്റെ സവിശേഷതകൾ എന്ന തലക്കെട്ടിൽ നമുക്കൊരു ദിവസം അതിനൊരു ക്ലാസ് എടുക്കാം. പിന്നെ അതായത് അറഫാ ദിവസത്തിൽ ഹാജിമാർ നോമ്പ് നോൽക്കൂല, പക്ഷേ നമ്മൾ നോമ്പ് നോൽക്കുക എന്നുള്ളത് ഒരു പ്രബലമായ സുന്നത്താണ്. മാത്രവുമല്ല, അറഫാ ദിനത്തിൽ പാപമോചനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും ദിവസമാണ്. അന്നേ ദിവസം നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ് അറഫാ ദിനം. അതുകൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനം ധാരാളം പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സിയാമു യൗമു അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലത്തി ഖബ്ലഹു വസനത്തല്ലത്തി ബഅദഹു. അബൂ ഖതാദ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറഫാ ദിനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു: കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ഈ അറഫാ ദിവസത്തിലെ നോൻപ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെക്കുറിച്ചുള്ള മഹത്വങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ശ്രേഷ്ഠകരമാണ് ദുൽഹിജ്ജയിലെ ഈ 10 ദിവസങ്ങൾ. ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന് അതിയായി ഇഷ്ടമുള്ള കാര്യമാണ്. വീണ്ടും അതിനെ ഒന്നും കൂടെ മഹത്വവൽക്കരിക്കുന്നു. അതായത് മറ്റേത് കർമ്മങ്ങളെക്കാളും അല്ലാഹുവിന് ഇഷ്ടം ഈ ദിവസങ്ങളിലെ സൽക്കർമ്മമാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ എന്ത് തന്നെ ചെയ്താലും അതിനേക്കാളൊക്കെ അഫ്ളലായിട്ടുള്ളത് ഈ 10 ദിവസങ്ങളാണെന്ന് കാണാം. ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അല്ലാഹുവിൻ്റെ അടുക്ക് പിന്നെയും വിശദീകരിക്കുകയാണ്: സൽക്കർമ്മ സംശുദ്ധവും പ്രതിഫലാർഹവും, അതായത് അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു ഇതിനേക്കാൾ മറ്റുള്ള ദിവസങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു. പിന്നെയും വീണ്ടും പറയാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ സംശുദ്ധവും പ്രതിഫലാർഹവുമായ മറ്റൊരു കർമ്മവുമില്ല. അതായത് പ്രതിഫലം കിട്ടുന്നുണ്ട്, സംശുദ്ധമാണ്, അല്ലാഹുവിന് ഇഷ്ടമാണ്. പിന്നെയും കമ്പാരിറ്റീവ്ലി പറയാണ് അല്ലാതെ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഈ ദിവസങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ അരയും തലയും മുറുക്കി പണിയെടുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ ഇതിലേക്ക് ഈ ദിവസങ്ങൾ നമ്മൾ ആരോഗ്യം കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നോമ്പ് കൊണ്ടും എല്ലാം ഒരുപാട് ഇബാദത്തിലായിക്കൊള്ളാൻ വേണ്ടി ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. റമളാനിൽ ചെയ്യുന്ന 6ാമത്തെ സവിശേഷതയാണ് പറയുന്നത്: റമളാനിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പോലും ഈ ശ്രേഷ്ഠതയില്ലെന്ന് ചേർത്ത് വായിക്കേണ്ടതാണ്. പിന്നെ റമളാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. എന്നാൽ രാത്രിയുടെ വിഷയങ്ങളിൽ റമളാനിലെ രാത്രികളാണ്. പിന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു: ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10-ൽ നമസ്കരിക്കുന്ന 2 റക്അത്ത് നമസ്കാരത്തിന് റമളാനിൽ നമസ്കരിക്കുന്ന നമസ്കാരത്തേക്കാൾ പുണ്യമുണ്ട്.
പിന്നെ ഈ 10 ദിവസങ്ങൾക്കുള്ളിൽ വരുന്ന ഫ്രൈഡേയും ഇതുപോലെ ഒരുപാട് മഹത്വമുള്ളതാണ്. അറഫയുടെയും ബലിയുടെയും ദിവസങ്ങൾ ഈ ദിവസങ്ങളിലാണ്. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ 2 ദിവസമാണ് അറഫയും പിന്നെ അതായത് ബലിപെരുന്നാളും. ഈ 2 ദിവസങ്ങളും ഈ 10 ദിവസങ്ങൾക്കുള്ളിലാണ് വരുന്നത്. പിന്നെ വെള്ളിയാഴ്ചയ്ക്കും മറ്റൊരു വെള്ളിയാഴ്ചകളെക്കാളും മികവുറ്റതാണ്. ആ ഫ്രൈഡേ ജുമാക്ക് പോകാതിരിക്കുകയോ അമലുസ്വാലിഹാത്തുകളിൽ അശ്രദ്ധ കാണിക്കുകയോ ഒന്നും ചെയ്ത് ഏറെ ശ്രേഷ്ഠമുള്ള ഈ ദിവസങ്ങളിൽ ധാരാളം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ സലഫുകൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ദാനങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക. അള്ളാഹുവിന് അവൻ്റെ കാരുണ്യത്തിൽ നിന്നും ദാനങ്ങൾ ഉണ്ട്. അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ദിനങ്ങൾ, കാരുണ്യം മാത്രമല്ല, കാരുണ്യത്തിലൂടെ ഒരുപാട് ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസങ്ങളാണ് ഇത്. നിങ്ങൾ അന്വേഷിക്കുക. പിന്നെ അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ അടിമകൾക്ക് ധാരാളമായിട്ട് ദാനം നൽകുന്നു. ആ ദാനം ആർക്കെങ്കിലും നൽകപ്പെട്ടാൽ അതിന് ശേഷം അവനൊരു ദൗർഭാഗ്യവുമില്ല, അതായത് സൗഭാഗ്യവാനായിരിക്കുമെന്ന് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു 14ാമത്തെ ക്വാളിറ്റി ആയിട്ട് പറയുന്നത്, തനിക്ക് കഴിയൂല, ഇനി മതിയാക്കാന്ന് തോന്നുമാറ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതായി പരിശ്രമിക്കാറുണ്ടായിരുന്നു. പിന്നെ 10ാം ദിവസം ബലിപ്പെരുന്നാൾ ആയിരിക്കും. അന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നത് നിഷിദ്ധമാണ്. ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാവർക്കും നോമ്പ് അനുഷ്ഠിക്കാം. മാത്രവുമല്ല, ദുൽഹിജ്ജ 9ൻ്റെ നോമ്പ് ഏറെ പുണ്യകരമാണ്. അത് കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. പിന്നെ 16ാമത്തെ ക്വാളിറ്റി ആയിട്ട് പറയുന്നത്, അറഫാ ദിനം പെരുന്നാളിൻ പാപമോചനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും ദിവസമാണ്. സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലതി ഖബലഹു വസനത്തല്ലതി ബഅദഹു. കഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. പിന്നെ 17ാമത്തെ അറഫാ സംഗമത്തിൽ പങ്കെടുക്കുന്ന ഹാജിമാർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. മാത്രവുമല്ല, അവരുടെ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റും. അവർ അള്ളാഹുവിൻ്റെ അതിഥികളാണ്. അവർ ആർക്കെല്ലാം വേണ്ടി ദുആ ചെയ്യുന്നുവോ അതും അള്ളാഹു സ്വീകരിക്കും. അപ്പോൾ ഈ 10 ദിവസങ്ങളെ സംബന്ധിച്ചിട്ട് 17 ഫളായിലുകളുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഈ ദിവസങ്ങളിൽ അശ്രദ്ധമാകാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. വെറും അമലുസ്വാലിഹാത്തിൽ മാത്രമായിട്ട് പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ള എല്ലാവിധ ഭൗതിക ചുറ്റുപാടുകളും ഒഴിവാക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയുള്ള വർഷങ്ങളിലെങ്കിലും ഈ മഹത്വം നേടിയെടുക്കാനും ഈ ദിവസങ്ങളിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനും വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദരിമാരെ, നഷ്ടപ്പെട്ടതും നഷ്ടപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം സമയം നഷ്ടമാണ്. സമയം നഷ്ടപ്പെട്ടാൽ പിന്നെ അത് വീണ്ടെടുക്കാൻ നമുക്ക് പറ്റില്ല. പണമാണെങ്കിൽ ഓക്കെ, പണത്തിൻ്റെ കാര്യം, സമ്പത്തിൻ്റെ കാര്യം അതല്ല. നാം എത്രമാത്രം എഫേർട്ട് എടുക്കുന്നു അത്രമാത്രം റിസൾട്ട് കിട്ടും. എങ്കിൽ എന്ത് തന്നെ നമ്മൾ തലകുത്തി മറിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് ഈ സമയങ്ങളിൽ ഇബാദത്തിലായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നോമ്പുകൾ നോറ്റുകൊണ്ട് ഏറ്റവും പ്രതിഫലാർഹമായ ഈ പരിശുദ്ധ ദുൽഹിജ്ജയുടെ ദിവസങ്ങൾ നമുക്ക് അള്ളാഹു ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാവിധ ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.